വർഷം 2019. US നാവികസേനാംഗങ്ങൾ അതീവ രഹസ്യമായി ഒരു ഓപ്പറേഷൻ നടത്തി. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ രഹസ്യങ്ങൾ ചോർത്താൻ ലക്ഷ്യമിട്ട് ഒരു പദ്ധതി. എന്നാൽ ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അമേരിക്കയുടെ ആ പ്ലാൻ വിജയം കണ്ടില്ല. എന്നാൽ ഈ റിപ്പോർട്ട് ഇപ്പോൾ ലോക രാജ്യങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നത് മറ്റൊരു കാരണം കൊണ്ടാണ്. പരാജയപ്പെട്ട ഈ US ദൗത്യത്തിൽ അന്ന് സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വിവരവും ഇതിനൊപ്പം പുറത്തു വന്നിരിക്കുകയാണ്. എന്തായിരുന്നു അമേരിക്കയുടെ ആ രഹസ്യ ദൗത്യം? എന്താണ് അന്ന് സംഭവിച്ചത്? 2019 വിയറ്റ്നാമിൽ വെച്ച് ട്രംപും കിം ജോങ് ഉന്നും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്ക ദൗത്യം ആരംഭിച്ചത്. കിം ജോങ് ഉന്നിന്റെ ആശയവിനിമയങ്ങൾ ചോർത്തിയെടുക്കാനും കിമ്മിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും ഒരു ചാര ഉപകരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. അതിനായി US നാവികസേനാ യൂണിറ്റായ സീൽ ടീം 6ന്റെ റെഡ് സ്ക്വാഡ്രൺ സംഘം ഉത്തര കൊറിയയിൽ പ്രവേശിക്കാൻ തയ്യാറായി. 2011 ഭീകരൻ ഒസാമ ബിൻ ലാദനെ വധിച്ച അതേ സംഘമാണ് ഉത്തര കൊറിയയിൽ എത്തിയതെന്നും ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അസ്ഥി മരവിപ്പിക്കുന്ന തണുപ്പിൽ മാസങ്ങൾ നീണ്ട പരിശീലനമാണ് സീൽ അംഗങ്ങൾ ഈ ദൗത്യത്തിനായി നടത്തിയത്. ഇവർ ആണവശേഷിയുള്ള അന്തർവാഹിനിയിലാണ് ദൗത്യത്തിനായി പുറപ്പെട്ടത്. 2 കുഞ്ഞൻ സ്റ്റെൽത്ത് അന്തർവാഹിനികളും ഉത്തര കൊറിയയിലേക്ക് അകമ്പടിയായി പോയി. ശരീരത്തിന് ചൂട് നൽകുന്ന സ്യൂട്ടുകളിട്ട് മണിക്കൂറുകളോളം നീന്തി ഉത്തര കൊറിയയിൽ കടന്ന ശേഷം ലക്ഷ്യസ്ഥാനത്ത് എത്തി ചാര ഉപകരണം ഘടിപ്പിച്ച് ഡ്രോണുകളുടെ പോലും കണ്ണിൽപ്പെടാതെ തിരികെ US മടങ്ങുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ. പദ്ധതി പ്രകാരം കൊറിയൻ തീരത്തെത്തിയ സീലുകൾ പ്രദേശം വിജനമാണെന്ന് കരുതിയെങ്കിലും അവിടെ മറ്റൊരു ബോട്ട് ഉണ്ടായിരുന്നു. ചെറിയ ബോട്ട് മുങ്ങിക്കപ്പലുകൾക്ക് സമീപത്തേക്ക് എത്തി. ബോട്ടിലുണ്ടായിരുന്നവരുടെ കയ്യിൽ ഫ്ലാഷ് ലൈറ്റുകളും ഉണ്ടായിരുന്നു. അപകട സാഹചര്യമാണെന്ന തോന്നലിൽ മുതിർന്ന സീൽ ഉദ്യോഗസ്ഥൻ ബോട്ടിന് നേരെ വെടിയുതിർത്തു. ബാക്കിയുള്ള കമാൻഡോകളും വെടിയുതിർത്തു. അടുത്തെത്തിയപ്പോഴാണ് കടൽ വിഭവങ്ങൾ ശേഖരിക്കാൻ എത്തിയവരാണ് ബോട്ടിലുണ്ടായിരുന്നത് എന്ന് കമാൻഡോകൾ തിരിച്ചറിഞ്ഞത്. മൃതദേഹങ്ങൾ മുങ്ങിപ്പോകുന്നതിനായി കമാൻഡോകൾ ബോട്ടിലുണ്ടായിരുന്നവരുടെ ശ്വാസകോശം കത്തി ഉപയോഗിച്ച് തുളച്ചെന്നും ദൗത്യം റദ്ദാക്കി കമാൻഡോകൾ മടങ്ങിയെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നിരായുധരായിരുന്നു അന്ന് കൊല്ലപ്പെട്ട 3 പേരെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ദൗത്യം നിരവധി സൈനിക പുനഃപരിശോധനകൾക്ക് കാരണമായെന്നും സാധാരണക്കാരുടെ കൊലപാതകങ്ങൾ ന്യായീകരിക്കാവുന്നതാണെന്ന നിഗമനത്തിൽ എത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. US ഫെഡറൽ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായിരുന്നു ഇത്. സുപ്രധാന കോൺഗ്രസ് അംഗങ്ങളിൽ നിന്ന് വരെ ഈ ദൗത്യം മറച്ചുവെച്ചു. ഇത്തരമൊരു സംഭവം ഉണ്ടായതായി പെന്റഗൺ എവിടെയും സമ്മതിച്ചിട്ടുമില്ല. ദൗത്യത്തിൽ പങ്കെടുത്തവർക്ക് പിന്നീട് സ്ഥാനക്കയറ്റം നൽകി. 2021 ബൈഡൻ സർക്കാർ ദൗത്യത്തിൽ രഹസ്യാന്വേഷണം പ്രഖ്യാപിക്കുകയും സുപ്രധാന കോൺഗ്രസ് അംഗങ്ങൾക്ക് ഇത് വിശദീകരിക്കുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ട്രംപിന്റെ പ്രതികരണം എന്തായിരുന്നു? അതീവ സാഹസിക ദൗത്യമായതിനാൽ തന്നെ US പ്രസിഡന്റിന്റെ നേരിട്ടുള്ള അനുമതി ആവശ്യമായിരുന്നു. ദൗത്യത്തിൽ വരുന്ന നേരിയ പിഴവ് പോലും ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കും എന്നതിനാൽ തന്നെ പരമരഹസ്യമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. എന്നാൽ ഇന്ന് ഇക്കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് നിഷേധിച്ചിട്ടുണ്ട്. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? താൻ അതിനെക്കുറിച്ച് ആദ്യമായാണ് കേൾക്കുന്നത് എന്നായിരുന്നു മാധ്യമപ്രവർത്തകരോട് ട്രംപിന്റെ പ്രതികരണം. ലോകരാജ്യങ്ങളിൽ മുഴുവൻ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു മുന്നേറുന്ന അമേരിക്കയ്ക്ക് എക്കാലവും ഭീഷണിയായി നിൽക്കുന്ന രാജ്യമാണ് ഉത്തര കൊറിയ. ഇടയ്ക്കിടയ്ക്ക് മിസൈൽ പരീക്ഷണങ്ങളിലൂടെ കിം ജോങ് ഉൻ ഈ ഭീഷണിയുടെ ആക്കം കൂട്ടാറുമുണ്ട്. മാത്രമല്ല, റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം സമീപ വർഷങ്ങളിൽ ശക്തിപ്പെട്ടു വരികയുമാണ്. ഇതിനൊക്കെ ഇടയിലാണ് ഇത്തരമൊരു റിപ്പോർട്ടും കൂടി എത്തുന്നത്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാകാമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ.